നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ BJP അംഗത്വം സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നുമാണ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ അംഗത്വം സ്വീകരിച്ചത്. KSUവിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ക്രൈസ്റ്റ് കോളേജ് യൂണിയൻ ചെയർമാൻ, കോഴിക്കോട് സർവകലാശാല സെനറ്റ് അംഗം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് BJPയിലേക്ക് ചുമട് മാറുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേതൃരംഗത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇരിങ്ങാലക്കുടയിൽ എത്തിയപ്പോൾ വിട്ടുനിന്നത് സജീവ ചർച്ചയായിരുന്നു. ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിൽ ജില്ലാ പോലീസ് കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന തൃശൂർ റൂറൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ റേഞ്ച് IG T നാരായണൻ, ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, മുനിസിപ്പൽ കൌൺസിലർ ജോഫി ബോസ്, ഇരിങ്ങാലക്കുട DYSP സന്തോഷ് കുമാർ M എന്നിവർ പങ്കെടുത്തു. 2024-2025 സാമ്പത്തിക വർഷത്തെ സ്റ്റേറ്റ് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 6.5 കോടി രൂപ വിനിയോഗിച്ചാണ് 23,896 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ MLA എന്നുള്ള നിലയിൽ നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന് SP ഓഫീസിന്റെ സാന്നിധ്യം ഒരു പൊന്തൂവലാകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്താണ് തൃശൂർ ജില്ലാ റൂറൽ പോലീസ് ആസ്ഥാനം ഇരിങ്ങാലക്കുടയ്ക്ക് ലഭിച്ചത് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. 7 കോടി രൂപ ചെലവിൽ വളരെ മനോഹരമായതും സൗകര്യപ്രദമായതുമായ ഒരു കെട്ടിടം നിർമ്മിച്ച് ആ കെട്ടിടത്തിൽ റൂറൽ പോലീസ് ആസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചതോടെ മണ്ഡലത്തിന്റെ വികസന വഴികളിലും ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയായിരുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. വളരെ നല്ല നിലയിൽ തന്നെ ആ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. അനുബന്ധ റോഡുകൾ ചെയ്യുന്നതിന് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ പ്രസക്തമായ കുറിച്ച് മാത്രം പരാമർശിക്കുന്നു. വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 14 പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം 3 മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് ഇന്ന് നടക്കുന്നത്. മുട്ടത്തറയിലെ ക്രൈംബ്രാഞ്ച് കോംപ്ലക്സിൽ പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം, കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് ഓഫീസ്, കൊച്ചി റീജിയണൽ ഫോറൻസിക് ലാബിലെ പുതിയ സൗകര്യങ്ങൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബേപ്പൂര്, വൈത്തിരി ഈ പോലീസ് സ്റ്റേഷനുകളുടെ പുതിയ മന്ദിരം, മാനന്തവാടി അപ്പർ സബ് ഡിവിഷൻ ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരത്തെ ഭക്തിവിലാസം എന്നിവരുടെ ലോക സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ ഇവയെല്ലാം ഇത് നാളെ പ്രവർത്തിക്കുക. 12ാമത് ഷഡ്കാല ഗോവിന്ദ മാരാർ പുരസ്കാരത്തിന് ഗുരു നിർമ്മല പണിക്കർ അർഹയായതായി ഷഡ്കാല ഗോവിന്ദ മാരാർ സ്മാരക കലാസമിതി പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് S. പോൾ, സെക്രട്ടറി K. ജയചന്ദ്രൻ നായർ, ജോയിന്റ് സെക്രട്ടറി PG വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷഡ്കാല ഗോവിന്ദ മാരാരുടെ സ്മരണ നിലനിർത്തുന്നതിനായി ഗീതം, വാദ്യം, നൃത്തം എന്നീ മേഖലകളിലെ പ്രശസ്തരായ പ്രതിഭകൾക്ക് നൽകുന്ന പുരസ്കാരം ഇക്കുറി നൃത്ത വിഭാഗത്തിനാണ് നൽകുന്നത്. ഇരിങ്ങാലക്കുട നടന കൈശകിയുടെ സ്ഥാപകയായ ഗുരു നിർമ്മല പണിക്കർ മോഹിനിയാട്ടം, കൂടിയാട്ടം, നങ്ങിയാർകൂത്ത് എന്നിവ പ്രചരിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം.
25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 8-ന് വൈകിട്ട് 6-ന് ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന കൈരളിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരം സമ്മാനിക്കും. അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു മാത്രമല്ല, കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്ത ആളായിരുന്നു TM ജേക്കബ്. നമ്മുടെ MLA ആയിരുന്നു. അവിടുത്തെ MLA ആണ്. അപ്പം അന്ന് മുതൽ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ കൊല്ലവും നവംബർ 2nd വീക്കിൽ ഒരു ഷഡ്കാല ഗോവിന്ദമാരാർ സംഗീതോത്സവം നടത്താൻ തീരുമാനിച്ചു. ആരാ നടത്തിയ? അവിടെയുള്ളവരല്ല, കേരള സംഗീത നാടക അക്കാദമിയെ ഏൽപ്പിച്ചു. ഈ കഴിഞ്ഞ കൊല്ലവും കൂടെ അത് നടന്നു. ഇനി വരാൻ പോകുന്ന കൊല്ലങ്ങളിലും അത് നടക്കും. ഇന്ത്യയിലെ പ്രഗത്ഭരായ സംഗീതജ്ഞന്മാർ, പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്, അതുപോലെ നർത്തകർ എല്ലാം അവിടെ വന്ന് ഡാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ 2025 പുരസ്കാരം നിർമ്മല പണിക്കർക്ക് കൊടുക്കാമെന്ന് ഐകകണ്ഠ്യേന തീരുമാനിച്ചു. അത് ഈ 8-ാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 6 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങളുടെ മന്ത്രി, ഇവിടുത്തെ മന്ത്രി ശ്രീ ബിന്ദു നൽകുന്നതാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും കാർഷിക പാർപ്പിട മേഖലകൾക്കും മുൻതൂക്കം നൽകി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 31,52,43,757 രൂപ വരവും 29,92,18,000 രൂപ ചിലവും 1,60,25,757 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-2027 വർഷത്തേക്കുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ അവതരിപ്പിച്ചു. ദാരിദ്ര്യ ലഘൂകരണത്തിന് 10 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 8,97,65,400 രൂപയും പാർപ്പിട മേഖലയ്ക്ക് 1 കോടി രൂപയും വനിതാ വികസന പദ്ധതികൾക്ക് 1,49,59,180 രൂപയും വൃദ്ധർ, കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവർക്കായി 2,21,84,590 രൂപയും പാലിയേറ്റീവ് പരിചരണത്തിന് 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PS മനു, KK ശിവൻകുട്ടി, സരള വിക്രമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ NB പവിത്രൻ, PD നെൽസൺ, വൃന്ദ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. കാർഷിക പാർപ്പിട മേഖലയ്ക്ക് മുൻതൂക്കം നൽകി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 11,41,45,459 രൂപ വരവും 10,91,61,459 രൂപ ചിലവും 69,84,000 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-2027 വർഷത്തേക്കുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് തോമസ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് 97 ലക്ഷം രൂപ ഉൾപ്പെടെ ഉൽപാദന മേഖലയിൽ 1,60,55,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ 67 ലക്ഷം രൂപയും പാർപ്പിട മേഖലയിൽ 3,04,00,000 രൂപയും ഭിന്നശേഷി വിഭാഗത്തിന് 27 ലക്ഷം രൂപയും പാരമ്പര്യേതര ഊർജ്ജ ഉൽപാദനത്തിനായി 36 ലക്ഷം രൂപയും ഉൾപ്പെടെ സേവന മേഖലയിൽ 4,34,94,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് 25 ലക്ഷം ഉൾപ്പെടെ പശ്ചാത്തല മേഖലയിൽ 69,60,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുജിത് ലാൽ KV, റോമി ബേബി, സുമാരാമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുലേഖ അബ്ദുള്ളക്കുട്ടി, കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. വാർഷിക പദ്ധതി 2026-27 വിഭവ സമാഹരണം സാധാരണ വിഹിതം 3,46,55,000. പ്രത്യേക ഘടക പദ്ധതി 1,66,22,000. പട്ടികവർഗ ഉപപദ്ധതി 55,000. ധനകാര്യ കമ്മീഷൻ അവാർഡ് അടിസ്ഥാന ഗ്രാന്റ് 30,99,000. ധനകാര്യ കമ്മീഷന് അവാർഡ് പ്രത്യേക ഉദ്ദേശ ഗ്രാന്റ് ശുചിത്വം 23,24,500. കരമാലിന്യം 23,24,500. ആകെ 5,90,80,000. മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് ഇതരം 1,01,34,000. PMAY സ്റ്റേറ്റ്
ഗ്രാൻഡ് 11 ലക്ഷം. PMA വൈസ് സെൻട്രൽ ഗ്രാൻഡ് 85,20,000. തനത് ഫണ്ട് 44,48,000. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള വിഹിതം 46,95,000. ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള വിഹിതം 65,73,000. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.